ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുക്കള ഒരു യുദ്ധഭൂമിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്, പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം രാവിലെ എണീച്ച അപ്പം അടുക്കള, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അടുക്കള, അത് കഴിഞ്ഞ് രാത്രിയിൽ നമ്മൾ അടുക്കളയിൽ കയറാതെ ഒന്നും നടക്കില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ പോലും നമ്മൾ അടുക്കളയിൽ കയറണം, അല്ലേ? അങ്ങനെ തന്നെയാണ് എല്ലാവരുടെ വീട്ടിലും, അങ്ങനെ തന്നെയാണ്. അടുക്കള ഇല്ലാത്തൊരു വീട് പോലും ഉണ്ടാവില്ല, സത്യമല്ലേ? അപ്പം അങ്ങനെ നമ്മൾ മോർണിംഗുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയോടെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അതിന് മുമ്പ് ചെറുതായിട്ട് പുളിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു, ഞാനും മോളും കൂടി. അപ്പം നമ്മൾ തന്നെയുള്ള വീട്ടിൽ ജസ്റ്റ് ചിക്കനും കാര്യങ്ങളൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതിന് മുമ്പ് തന്നെ ഒരു കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു ചിക്കൻ പുരട്ട് അതും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഒന്ന് ജസ്റ്റ് വന്നിട്ട് പൊരിച്ചെടുത്താൽ മാത്രം മതി. അതായത് എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ട് വേണ്ടതുകൊണ്ട് എനിക്ക് വേറെ, മോൾക്ക് സെപ്പറേറ്റ് അങ്ങനെയാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. അവൾക്ക് എരിവില്ലാതെ എനിക്ക് കുറച്ച് എരിവൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചിക്കനൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ പൊരിച്ചതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൺഡേ ആണല്ലോ, സൺഡേ ആയതുകൊണ്ടുള്ള സ്പെഷ്യലാണ് കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ. അതൊന്ന് അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ടി വി ഒക്കെ ഇട്ട് കാണും. ടി വി ഒക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞിട്ട് എന്താ പറയുക, വീടിൻ്റെ പുറത്തൊന്നും നമുക്ക് ഇറങ്ങാനൊന്നും സ്ഥലമൊന്നുമില്ല. ഇവിടെ വാടകയ്ക്ക് നിൽക്കണമെന്നായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും കേട്ടോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോയി റോട്ടിലേക്ക് പോകുക, അത്ര മാത്രമേ ഒരു സൗകര്യമുള്ളൂ. അല്ലാതെ നമുക്ക് മുറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പം ഉച്ച ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പരിപാടികൾ ഉണ്ടായതുകൊണ്ട് ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്ത് ഫോൺ ഇവളുടെ കൈ കൊടുത്തിട്ടാണ് പോവുക. കാരണം അല്ലെങ്കിൽ ഞാൻ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും നാശമൊക്കെ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഇന്ന് ഇല്ലെങ്കിൽ ചിക്കൻ പൊരിക്കുന്ന സമയമായതുകൊണ്ട് എണ്ണ എന്നും മേത്തോടെ ഒന്ന് മറിഞ്ഞ് വേണ്ട വെച്ചിട്ട് ഞാൻ ഫോണൊക്കെ അവളുടെ കയ്യിൽ കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിൽ ഗെയിം കളിക്കും, കുറച്ച് നേരം ഗെയിമൊക്കെ കളിക്കും. അവൾ കുറച്ച് നേരം വീഡിയോസൊക്കെ കാണും, കാർട്ടൂൺസൊക്കെ കാണും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ പൊരിച്ച് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ചോറ് വിളമ്പി ഞാൻ അവൾക്ക് വാരി കൊടുത്തു. എനിക്കുള്ള ഫുഡ് ഞാൻ കഴിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയാമെന്നല്ല. വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ പുരട്ടി വെച്ചത് വലിയ കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. എന്തോ ഒരു മസാല കൂടിയതുപോലെ എനിക്ക് തോന്നി. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തിന്നാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൂട്ടി നല്ല അടിപൊളിയായിട്ടൊരു ഒരു പ്ലേറ്റ് നിറയെ ചോറ് ഞാൻ കഴിച്ചിരുന്നു. അത്യാവശ്യം ഉച്ചയ്ക്ക് എനിക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കണം, രാവിലെ എനിക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കണം. നൈറ്റ് അങ്ങനെ ഒരുപാട് നിർബന്ധമൊന്നുമില്ല, ചെറുതായിട്ട് എന്തെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഫുഡ് കഴിച്ച് കിടന്നോളും, അങ്ങനെയാണ്. അപ്പം എന്തായാലും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം അധികം വൈകാതെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.